നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥയാണ്. ഒരിടത്തൊരിടത്ത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു, വില്ലിയും ബോബും. രണ്ടുപേരും ജോലി അന്വേഷിച്ച് ഗ്രാമത്തിലോട്ട് പോയി. പോകുന്ന വഴിയിൽ അവർ കഥകളും പാട്ടുകളും ഒക്കെ പാടി നല്ല സന്തോഷത്തോടെ തന്നെയാണ് ഗ്രാമത്തിലോട്ട് പോയത്. ചെറുപ്പം മുതലേ ചങ്ങാതിമാരായിരുന്ന വില്ലിയെയും ബോബിനെയും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ സന്തോഷത്തോടെ കൂടി തന്നെ ഗ്രാമത്തിലോട്ട് പോകുമ്പോൾ വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം തൻ്റെ മക്കൾ എന്നും കൂട്ടുകൂടുമെന്നും വഴക്കുണ്ടാക്കുകയില്ല എന്നും അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ യാത്രാമധ്യേ വില്ലി വഴിയിലൊരു മഴു കിടക്കുന്നത് കണ്ടു. വില്ലി ബോബിനോട് പറഞ്ഞു, നോക്കൂ ബോബ്, വഴിയിൽ ഒരു മഴു കിടക്കുന്നുണ്ട്. ആഹാ, കൊള്ളാലോ, നമുക്കിതെടുക്കാം, ബോബ് വില്ലിയോട് പറഞ്ഞു. പക്ഷേ വില്ലി പറഞ്ഞു, നമുക്കോ? അല്ലല്ല, മഴു ഞാനാണ് കണ്ടത്, അതുകൊണ്ട് തന്നെ മഴു എനിക്കാണ് സ്വന്തം. അതെങ്ങനെ നമുക്കാവും? വില്ലി തർക്കിച്ചു. ഇത് ബോബിന് ഒട്ടും ഇഷ്ടമായില്ല. കാരണം ചെറുപ്പം മുതലേയുള്ള കൂട്ടുകാരല്ലേ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ മഴു രണ്ടുപേർക്കും വേണം എന്നതായിരുന്നു ബോബിൻ്റെ പക്ഷം. പക്ഷേ വില്ലി അതിനോടൊട്ടും യോജിച്ചില്ല. ഇല്ല ഇല്ല, ഇത് എൻ്റെയാണ്, ഇത് നോക്ക്, ഞാനിതെടുത്തു, വില്ലി പറഞ്ഞു. അങ്ങനെ ചെറിയ വഴക്കിൽ തുടങ്ങിയ അവരുടെ സംസാരം അതിഭയങ്കരമായ ഒരു വഴക്കായി തന്നെ പരിണമിച്ചു. വില്ലിയും ബോബും ഒരു മഴുവിന് വേണ്ടി വഴിയിൽ കിടന്ന് ഭയങ്കരമായി അടിയുണ്ടാക്കി. രണ്ടുപേർക്കും മഴു വേണമെന്ന വാശി കലശലായി. വില്ലി പറയും, ഇല്ല, ഇതെൻ്റെയാണെന്ന്. പക്ഷേ ബോബും വിട്ടുകൊടുത്തില്ല. അങ്ങനെ നിനക്ക് മാത്രം സ്വന്തമായി അത് എടുക്കാൻ പറ്റില്ലെന്ന് ബോബും തിരിച്ചടിച്ചു. വഴക്ക് കൂടി 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 അവരെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയെന്ന പോലെയായി. പക്ഷേ ഇതൊന്നും അറിയാതെ ആ മഴുവിൻ്റെ ഉടമസ്ഥൻ മഴു തിരഞ്ഞ് ആ വഴിയിലൂടെ വന്നു. രണ്ട് കുട്ടികൾ അടിയുണ്ടാക്കുന്നത് കണ്ട അദ്ദേഹം അവരുടെ അടുത്തെത്തി. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അടിയുണ്ടാക്കുന്നത്? എന്ത് കാരണമാണ് ഈ അടിക്ക് പിന്നിൽ? അയാൾ ചോദിച്ചു. അപ്പോൾ വില്ലി പറഞ്ഞു, നോക്കൂ കൂട്ടുകാരാ, ഞങ്ങൾ രണ്ടുപേരും ജോലി അന്വേഷിച്ച് പോവുകയായിരുന്നു. യാത്രാമധ്യേ ഞങ്ങൾക്കൊരു മഴു കിട്ടി. അല്ലല്ല, എനിക്കൊരു മഴു കിട്ടി. പക്ഷെ ഇവൻ പറയുന്നത് ഇവനും കൂടി വേണമെന്നാണ്. അത് കേട്ട മൂന്നാമൻ പറഞ്ഞു, ഇപ്പം തന്നെ താങ്കൾ പറഞ്ഞു ഞങ്ങൾക്കൊരു മഴു കിട്ടിയെന്ന്. പിന്നെ എന്താണ് അതിലിത്ര സംശയം? നിങ്ങൾ രണ്ടുപേരും കൂടി അതെടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ വില്ലിക്ക് ഇഷ്ടപ്പെട്ടില്ല. വില്ലി വീണ്ടും ബോബിനോട് വഴക്കുണ്ടാക്കി. എവിടെ, നോക്കട്ടെ നിങ്ങളുടെ മഴു, മൂന്നാമൻ പറഞ്ഞു. വില്ലി അദ്ദേഹത്തിന് ആ മഴു കാണിച്ചു കൊടുത്തു. അത് കണ്ട മൂന്നാമൻ പറഞ്ഞു, ഇതായിരുന്നു നിങ്ങളുടെ മഴു. നിങ്ങൾ ഒന്നോർക്കണം, ഇത് വേറെ ആരുടെയോ ഒരു വസ്തുവാണ്. നിങ്ങൾ അതിനു വേണ്ടിയാണ് അടികൂടുന്നത്. സത്യം പറഞ്ഞാൽ ഈ മഴു അന്വേഷിച്ചാണ് ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നത്. ഈ മഴു എൻ്റെയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ വസ്തുതകളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴു എനിക്ക് സ്വന്തമാണ്. വെറുതെ നിങ്ങൾ അടിയുണ്ടാക്കിയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല, അദ്ദേഹം പറഞ്ഞു. ഇനി അതല്ല, നിങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം. ഇത് കേട്ട വില്ലിയും ബോബും ഒന്ന് ശങ്കിച്ചു. ബോബ് പെട്ടെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട, ഇവൻ ആദ്യം മുതലേ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഴു ഇവൻ്റെയാണെന്ന്. അതുകൊണ്ട് എനിക്കെന്തായാലും ഇനി ഈ മഴു വേണ്ട, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ബോബ് അവിടെ നിന്നും യാത്ര തിരിച്ചു. വില്ലി വളരെ ദുഃഖത്തോടെ അയാളുടെ മുമ്പിൽ തല കുനിച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, മറ്റൊരാളുടെ വസ്തു ആഗ്രഹിക്കുന്നത് വളരെയധികം തെറ്റാണ്. നിനക്ക് സ്വന്തമായി എന്തുണ്ടോ അത് മാത്രം നീ ആഗ്രഹിക്കുക.